ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. chartink.com എന്ന വെബ്സൈറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയാണിത്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം കാണാത്തവർ ആ ഭാഗം കാണുക. ഞാനിപ്പോൾ ഇവിടെ കാർഡിലും അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബൈസിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരോ വരയ്ക്കാനായിട്ട് അവിടെ ഡയറക്റ്റ് തന്നെ നമുക്ക് ആരോ കാണാൻ പറ്റും. ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ടിൽ എവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ആരോ വരുന്നതാണ്. ഈ ആരോവിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ ഡയറക്ഷൻ മാറ്റാനും സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെൽ സിഗ്നലിൻ്റെ ആരോ കാണുന്നുണ്ട്. അടുത്തായിട്ട് ഫിബനോസി റീട്രേസ്മെൻറ്റ് ലെവൽസ് നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വര ഉള്ള ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ഈ വരകൾ സൂചിപ്പിക്കുന്ന ഫിബനോസി റീട്രേസ്മെൻറ്റിൻ്റെയാണ്. അത് എത്ര % ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചാർട്ടിൻ്റെ സൈസ് അനുസരിച്ച് ഈ റീട്രേസ്മെൻറ്റ് സൈസ് മാറ്റാവുന്നതാണ്. നമ്മൾ വരച്ച ലൈനിൻ്റെയോ വരയ്ക്കാൻ പോകുന്ന ലൈനിൻ്റെയോ വിഡ്ത്ത് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. വരച്ച ലൈനിൻ്റെ ആണെങ്കിൽ ആ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള വിഡ്ത്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. വരയ്ക്കാത്ത ലൈനാണെങ്കിൽ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ വിഡ്ത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലൈൻ വരയ്ക്കുക. ചാർട്ടിൻ്റെ താഴെയായിട്ട് ഡേറ്റും മന്തും ഒക്കെ ഇയറും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. RSIയുടെ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റുന്നതാണ്. ലോവർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് RSI എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനേബിൾ ആകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ്, ഡിഫാൾട്ട് വാല്യൂസ് പാരാമീറ്റേഴ്സ് ID കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് ടിക്ക് വന്നതിന് ശേഷം ഇപ്പോൾ MACD ഞാൻ ക്ലിക്ക് ചെയ്തു. അതുപോലെ RSI വീണ്ടും ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അപ്ഡേറ്റ് ചാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുത്തിയ ഈ ചേഞ്ചസ് എല്ലാം ചാർട്ടിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അപ്പർ ഓവർലേസ് ഉണ്ട്. അവിടെ സൂപ്പർ ട്രെൻഡ്, ഇച്ചിമോക്കു, പ്രൈസ് ബാൻഡ് അങ്ങനെയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമുക്കവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ പാരാമീറ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം സൂപ്പർ ട്രെൻഡ് 7.3 ആയിരുന്നു ഡിഫോൾട്ട് ഉള്ളത്. അത് 11.2ലേക്ക് മാറ്റിയിട്ടുണ്ട്. പാരാബോളിക് സാറ് അങ്ങനെയുള്ള അപ്പർ ഓവർലേസിൽ വരുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമുക്കവിടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മൂവിങ് ആവറേജിൻ്റെ സെക്ഷനാണ് അടുത്തത്. മൂവിങ് ആവറേജ്, അത് മൂവിങ് ആവറേജ് 1, 2 അങ്ങനെ കുറേ മൂവിങ് ആവറേജ് ഉണ്ട്. 1ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂവിങ് ആവറേജ് എനേബിൾ ആകും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യത്തെ കോളത്തിൽ ക്ലോസ്, ഓപ്പൺ, ലോ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തേത് എക്സ്പോണൻഷ്യൽ, അതുപോലെ തന്നെ സിമ്പിൾ, വെയ്റ്റഡ് അങ്ങനെയുള്ള മൂവിങ് ആവറേജുകളുമുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു മൂവിങ് ആവറേജ് എനേബിൾ ആക്കിയേക്കുന്നത് EMA 50 ആണ്. അതായത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 50 എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഏത് മൂവിങ് ആവറേജ് ആണ് എന്നുള്ളത് ആ ലൈനിന് ഒരു കളറുണ്ട്. ഓരോ മൂവിങ് ആവറേജ് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ കളറായിരിക്കും വരിക. അപ്പോൾ ആ കളറിൽ ആൽഫബറ്റിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് മൂവിങ് ആവറേജ് ആണ് നമ്മൾ എനേബിൾ ആക്കിയത്. ഇപ്പം ഞാൻ രണ്ടാമത് ഒരു മൂവിങ് ആവറേജ് എനേബിൾ ആക്കിയിട്ടുണ്ട്. അത് 21 ആണ്. സിമ്പിൾ മൂവിങ് ആവറേജ് 21 ആണ്.
ക്ലോസിംഗ് പ്രൈസ് വെച്ചാണ് അത് എനേബിൾ ആക്കിയേക്കുന്നത്. അത് നമുക്ക് പച്ച കളറിൽ കാണാൻ പറ്റും. ഒരു വയലറ്റ് കളറിൽ 50 മൂവിങ് ആവറേജും കാണാൻ പറ്റും. അടുത്ത അലേർട്സ് ആണ്. അലേർട്സ് കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് അവൈലബിൾ അല്ല. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ആണ് അവൈലബിൾ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഡ്രോയിങ് ടൂൾസ് ഉണ്ട്. ഡ്രോയിങ് ടൂൾസ് ഓൾറെഡി നമുക്ക് ഇവിടെ ചാർട്ടിൽ ഡയറക്റ്റ് അവൈലബിൾ ആണ്. അത് നമ്മൾ അവിടെ ടിക്ക് ചെയ്ത് എനേബിൾ കൊടുത്താൽ മതി. പിന്നെ അതർ സെറ്റിങ്സ് ഉണ്ട്. ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം അതിൽ കാണാം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വെർട്ടിക്കൽ ഗ്രിഡ് വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ആക്കാം, അല്ലെങ്കിൽ എനേബിൾ ആക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രിഡ് ഒക്കെ പോയിട്ട് അവിടെ ലൈൻ മാത്രമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള വൈ ആക്സിസ്, ഷോ പ്രൈസ് ബാൻസ്, അങ്ങനെ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനും അൺചെക്ക് ചെയ്യാനും പറ്റുന്നതാണ്. പ്രൈസ് ലേബൽസ് എനേബിൾ ആക്കിയപ്പോഴത്തേനും പ്രൈസുകൾ വരുന്നത് കാണുക. അതായത് ഡിപ്പിലും അപ്പിലും ഒക്കെ പ്രൈസുകൾ മാർക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റും. നമ്മളിത് തുടക്കത്തിൽ തന്നെ ഹോമിൽ 2 ഓപ്ഷൻസ് താഴെയായിട്ട് കാണാൻ പറ്റും. അനലൈസും സ്കാൻസും ഒക്കെ. അതിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞാണ്. നമ്മൾ സ്കാൻ സെക്ഷനൊക്കെ പറഞ്ഞുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. അടുത്ത സ്ക്രീനേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിലും 2 ഓപ്ഷൻസ് താഴെ കാണാൻ പറ്റും. ക്രിയേറ്റ്, സ്കാന്, ഓൾഡ്. അതായത് സ്ക്രീനേഴ്സിൽ മൊത്തമായിട്ട് 3 എണ്ണമാണുള്ളത്. സ്ക്രീനേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനറുകൾ കാണാൻ പറ്റും. അപ്പം ഇത് ബുള്ളിഷ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രീനറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോർമുലകളും അതുപോലെ തന്നെ അത് വെച്ച് വന്നിട്ടുള്ള സ്റ്റോക്കുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഏത് സ്ക്രീനറി ക്ലിക്ക് ചെയ്താലും അതിൻ്റെ ഫോർമുലയും കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് ഒബേ ചെയ്യുന്ന സ്റ്റോക്കുകളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫോർമുലയിലുള്ള ഏതെങ്കിലും പാരാമീറ്റർ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരാമീറ്റർ അതിൽ റിമൂവ് ആയിട്ട് പോകുന്നതാണ്. ഇത് റിമൂവ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് അപ്പിയർ ആകണമെങ്കിൽ വീണ്ടും റൺ സ്കാൻ എന്ന് പറയുന്ന സ്കാൻ ഒന്നും കൂടെ റൺ ചെയ്യിച്ചാൽ മതി. ഇത് റിമൂവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്കാനർ ഒന്നും കൂടെ റൺ ചെയ്യിക്കുക. റിമൂവ് ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും പാരാമീറ്റർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് താഴത്തെ ഒരു ഫണലിൻ്റെ ഐക്കൺ കാണാം. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ഈസി ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ലേറ്റസ്റ്റ് ഓപ്പൺ ഈക്വൽസ് ഹൈ എന്ന് പറയുന്ന പാരാമീറ്റർ ആഡ് ചെയ്യാൻ പോവാണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റൺ സ്കാൻ കൊടുത്തപ്പം ഒരു സ്റ്റോക്കും അവൈലബിൾ അല്ല. ആകെ ഒരു സ്റ്റോക്ക് അതിൽ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ലേറ്റസ്റ്റ് ഹൈ അല്ലായിരുന്നു. ലേറ്റസ്റ്റ് ഓപ്പൺ, അതായത് ഓപ്പൺ ഇന്നത്തെ ഹൈ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഓപ്പണിൻ്റെ മുകളിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടായിരുന്ന ആ സ്റ്റോക്കും കൂടെ ഹൈഡായിപ്പോയി. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് അടിച്ചിട്ട് സെർച്ച് സ്ക്രീനേഴ്സിലേക്ക് പോയി. ഇവിടെ നമുക്ക് സ്ക്രീനേഴ്സ് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഈ ആദ്യം വന്ന വിൻഡോ തന്നെ, ആ വിൻഡോയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സ്ക്രീനേഴ്സ് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സ്ക്രീനേഴ്സ് ഏതാണെന്നുള്ളത് അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ വോളിയം സ്ക്രീനറാണ് വേണ്ടതെങ്കിൽ വോളിയം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ക്രീനറും ഇതിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സ്ക്രീനറും നമുക്ക് കാണാൻ പറ്റും. വോളിയം എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് സ്കാൻസിൽ കൊടുക്കുക. ഞാനിവിടെ വന്ന ഒരു സ്ക്രീനറിൽ ക്ലിക്ക് ചെയ്തു. അപ്പം അതിൻ്റെ ഫോർമുലാസും അപ്ലൈ ആയ റിസൾട്ടുകളൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാനും ഇതിൻ്റെ കൂടെ പുതിയൊരു കാര്യം ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ഓൾഡ് സ്ക്രീനറുകളുണ്ട്, അതായത് പഴയ സ്ക്രീനേഴ്സ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഇത് കാണുക. അതായത് ട്രിപ്പിൾ ടോപ്പ് ഫോം ചെയ്തേക്കുന്ന 7 സ്റ്റോക്സ് ഉണ്ട്. അതാണ് കൗണ്ട് 7 എന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ബോട്ടം 11 സ്റ്റോക്സ് ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ വോളിയം സ്റ്റോക്കേഴ്സ് അത് 100 എണ്ണം ഉണ്ട്. അപ്പോൾ അതുപോലുള്ള സ്ക്രീനറുകൾ അവൈലബിൾ ആണ്. നമുക്ക് ആ താഴെ അത് അപ്ലൈ ആയിട്ടുള്ള സ്റ്റോക്സും കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ചാർട്ടിലേക്ക് പോകാൻ പറ്റും. ഈ ചാർട്ടിൽ നമ്മൾ ഇപ്പോൾ ആരോയിലാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. ചാർട്ടിൽ സൈഡിൽ നമ്മൾ വരയ്ക്കുന്ന സ്ഥലത്ത് ഒരു ആരോയിൻ്റെ ഐക്കണുണ്ട്. അതുകൂടാതെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഐക്കണുണ്ട്. ഇത് മാറ്റി നമുക്ക് കൊടുക്കുക. അപ്പോൾ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നത്. നേരത്തെ ക്ലിക്ക് ചെയ്ത് വെച്ചാണ്.
അങ്ങനെ പോയാലൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഏത് ക്യാൻഡിലിൻ്റെ അവിടെയാണോ കർസർ നിൽക്കുന്നത് ആ ക്യാൻഡിലിൻ്റെ ഹൈ, ലോയ്, ഓപ്പൺ, ക്ലോസ്, പിന്നെ വോളിയം, ഇത്രയും സാധനങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ഡിസ്പ്ലേ ആകുന്നതാണ്